വർഷം 2009 ബണ്ട്വാൾ ഭരിമാർ കർണാടകയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ അനിത എന്ന ഒരു 22-കാരിയെ കാണാതാവുന്നു. പോലീസ് ആ നാട്ടിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അനിത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ടുള്ളത് മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെയാണ്. അവിടെ ജാതി സ്പിരിറ്റ് വലിയ രീതിയിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. കലാപം ഉണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വക്കാണൊക്കെ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് പോലീസുകാർ അനിതയെ തേടി ഒരു യാത്ര നടത്തുന്നു. ആ യാത്ര അധികം ഒന്നും ദീർഘിപ്പിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവുന്നു. ഈ അനിത എന്ന ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വിഷമമൊക്കെ കാണാൻ സഹിക്കാൻ വയ്യാതെ അവര് ഏതൊരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് സയനൈഡ് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു ആ രീതിയിൽ തന്നെയാണ് പോലീസുകാർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് പോലീസുകാർ മനസ്സിലാക്കുന്നത് മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവളെ വിവാഹം കഴിച്ച വ്യക്തിയെ കാണാനില്ല. അങ്ങനെ അനിതയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മോഹൻകുമാറിന്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. മോഹൻകുമാർ നാട് വിട്ടിട്ടുണ്ട്. പോലീസുകാർക്ക് അവിടെ തുടങ്ങിയതാണ് ഡൗട്ട്. അങ്ങനെ മോഹൻകുമാറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. മോഹൻകുമാറിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, 4 മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണുകളിലൊക്കെ ഒരുപാട് സ്ത്രീകളുടെ നമ്പർ ഉണ്ടായിരുന്നു. പോലീസുകാർ ഓരോ സ്ത്രീയെയും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ല. അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, തങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെല്ലാം ഓരോ ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിലും മരണപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള വാർത്തയാണ്. 2003 മുതൽ 2009 വരെ മോഹൻകുമാർ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ചെയ്ത ക്രൂരകൃത്യങ്ങൾ അവിടെ പൊളിയാണ്. 32 പേരെയാണ് ഇതേ രീതിയിൽ അയാൾ വകവരുത്തിയിട്ടുള്ളത്. അതിൽ 20 കേസ് മാത്രമാണ് പോലീസ് എടുത്തത്, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ. കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. മമ്മൂട്ടിയാണ് നായകൻ, അല്ല മമ്മൂട്ടിയാണ് പ്രതിനായകൻ. മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ചെയ്ത ആ കൊടും ക്രൂരകൃത്യം ഇതാ സിനിമയിൽ മമ്മൂട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. 41-45 വയസ്സായിരുന്നു ആ ഒരു സമയത്ത് ഈ മോഹൻകുമാറിനുണ്ടായിരുന്നത്. മമ്മൂട്ടി അതേ ഗെറ്റപ്പിൽ തന്നെ അതേ ക്യാരക്ടറിനെ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഈ മോഹൻകുമാറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ മോഹൻകുമാർ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വയം വാദിക്കും. അങ്ങനെ 2017 വധശിക്ഷക്ക് വിധിച്ച ഇദ്ദേഹം സ്വയം വാദിച്ചുകൊണ്ട് വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസാരക്കാരനല്ല മോഹൻകുമാർ. മോഹൻകുമാർ കർണാടകയിലുള്ള ഒരു സ്കൂളിലെ PT മാഷായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 1980 മുതൽ 2003 വരെയാണ് അദ്ദേഹം ആ ഒരു ജോലിയിൽ നിന്നിട്ടുള്ളത്. പിന്നീട് പുറം ലോകത്തേക്ക് എത്തിയ, ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് എത്തിയ ആ ഒരു വ്യക്തി വിവാഹപ്രായമായിട്ടുള്ള, സാമ്പത്തികം വലിയ രീതിയിലില്ലാത്ത എന്നാൽ തരക്കേടില്ലാത്ത രീതിയിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ തെരഞ്ഞു പിടിക്കുന്നു, അവരെ വിവാഹ വാഗ്ദാനം നൽകുന്നു. എന്നിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ റൂം എടുക്കും. ആദ്യ ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നതിന് ശേഷം പുറത്ത് പോകുന്ന പേരും പറഞ്ഞ് ഇവർ കറങ്ങാൻ പോകും. ആ ഒരു സമയത്ത് ഇന്നലെ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗർഭനിരോധന ഗുളിക കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഇപ്പൊ തന്നെ കുഞ്ഞൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുളികയോ അല്ലെങ്കിൽ വെള്ളമോ കലക്കി അങ്ങ് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഇത് കഴിച്ച ഛർദ്ദിക്കാനൊക്കെ വരും, ഒരു കാര്യം ചെയ്യൂ, ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറയും. ഈ കുട്ടി അത് കഴിക്കാൻ അകത്ത് പോകുമ്പോഴത്തേനും മോഹൻകുമാർ സ്ഥലം വിടും. ആ കുട്ടി ഒരു തുള്ളി വായിലെത്തുമ്പോഴേക്കും ഛർദ്ദിക്കുകയും ബോധം കെടുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോഴേക്ക് മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തി പമ്പ കടന്നിട്ടുണ്ടാവും. ഇതാണ് ഇയാളുടെ ഒരു രീതി. 32 കേസുകളിൽ 20 കേസേ പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ 13 കേസിന് ജീവപര്യന്തവും 4 കേസിന് വധശിക്ഷയും വിധിക്കപ്പെട്ട ആളാണ്. സ്വയം വാദിച്ച് എല്ലാം ജീവപര്യന്തമാക്കി മാറ്റിയിട്ടുണ്ട്. ഇയാൾക്കൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. പണ്ട് ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയെ പുഴയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വയം വാദിച്ച് സിമ്പിളായിട്ട് ഊരി വന്ന ഒരു മനുഷ്യനാണ് ഈ മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തി. അതായത് നിയമപരമായിട്ടും നല്ല രീതിയിലുള്ള ബോധം ആൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ 2017 അദ്ദേഹം വാദിച്ച് അദ്ദേഹത്തിന്റെ വധശിക്ഷകളെല്ലാം ജീവപര്യന്തമാക്കി മാറ്റിയല്ലോ. ഈ കേസ് എങ്ങനെ വാദിച്ചെന്നറിയോ? തെളിവുകളില്ല, ദൃക്സാക്ഷികളില്ല, ഞാനല്ല അത് ചെയ്തത് എന്ന് കോടതിയെ ബോധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആൾക്ക് എന്ത് കിട്ടുന്നത്? ജീവപര്യന്തമായിട്ട് മാറുന്നത്. 2009 ഇയാളെ പിടിച്ചപ്പോൾ തന്നെ വധശിക്ഷക്ക് വിധിച്ചതാ. പക്ഷെ ആ ഒരു സമയത്ത് കോടതിയിൽ നിന്ന് അയാള് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. പത്രമാധ്യമങ്ങൾ അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, വരട്ടെ പറയാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ആ ഒരു പോലീസ് ജീപ്പിലേക്ക് കയറി പോകുന്നത്. പിന്നീടാണ് അയാളെ വധശിക്ഷയിൽ നിന്ന് മാറ്റിയിട്ട് നേരെ ജീവപര്യന്തമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ദൃക്സാക്ഷികളൊന്നുമില്ല എന്നുള്ളതാണ്. 32 സ്ത്രീകളിൽ മലയാളിയായിട്ടുള്ള 2 സ്ത്രീകളുണ്ട്. അതിൽ 22-കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. 35 വയസ്സിനകത്തുള്ള സ്ത്രീകളെയാണ് ഇയാൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്.
ഇപ്പോൾ ഒരു 10-60 വയസ്സായിട്ടുണ്ടാവും. 2007 കാസർഗോഡ് ഉപ്പളയിലുള്ള ഒരു മ്യൂസിക് ടീച്ചറെ ഇതേ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ റൂം എടുത്ത് നിൽക്കുന്നു. ആ ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് സ്വർണ്ണമെല്ലാം അവിടെ ഊരി വെച്ചോളം പറയുക. എന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, ഈ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ, പാട്ട് റെക്കോർഡ് ചെയ്യണ പേരും പറഞ്ഞിട്ട് വരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതേ രീതിയിൽ തന്നെ അവർക്ക് സയനൈഡ് കലക്കി കൊടുത്ത് കൊന്ന് റൂമിലെത്തി ആൾ ആ ഒരു ആഭരണങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു ട്രാക്ക് ഇതായിരുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടൻ ഈ ഒരു സിനിമയിൽ എന്താണ് നമുക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് പറയാൻ കഴിയില്ല. അതിമാരകമായിട്ടുള്ള ഒരു അഭിനയം തന്നെ ഇവിടെ കാഴ്ചവെക്കേണ്ടി വരും. ഒരു വലിയ നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണത് അല്ലെ. ഇതുവരെ മമ്മൂട്ടി ചെയ്തിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നത് പാലേരി മാണിക്യത്തിലെ നെഗറ്റീവ് ക്യാരക്ടറിനെ ചിലപ്പോൾ കവിച്ചു വെക്കാൻ ഈ ഒരു കളങ്കാവൽ എന്ന സിനിമയിൽ മോഹൻകുമാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് കഴിയും, ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇത്രയും നാൾ ചെയ്തു വെച്ച സിനിമ ഇല്ലേ, ആ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ മുകളിൽ ചിലപ്പോൾ കളങ്കാവലിലെ ക്യാരക്ടർ വരാൻ ഒരു സാധ്യതയും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു നടനും ഒരിക്കലും മമ്മൂട്ടിയുടെ ഈ ഒരു കഴിവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എക്സൈറ്റ്മെന്റ് തന്നെയാണ് നിൽക്കുന്നത്. കളങ്കാവൽ തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള എന്താണ് ടീസർ, എന്താണ് ട്രെയിലർ എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതെന്തായാലും ചരിത്രം സൃഷ്ടിക്കാൻ തന്നെ വരുന്ന ഒരു സിനിമയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിരൊക്കെ സന്ദീപ് സൈനിങ് ഓഫ്.